വൈകുന്നേരം നമുക്ക് ചായക്ക് നമ്മളൊരു പൊറോട്ട വെച്ചിട്ടുള്ള സാധനം ചെയ്യുന്നുണ്ട്. പൊറോട്ട വെച്ചിട്ടുള്ള ഒരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ മൂന്നാളും കൂടെ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാം. പിന്നെ എന്റെ 2 വേറെ റെസിപ്പി ഞാൻ ഇതിലിടുന്നുണ്ട്. അത് നമുക്ക് കാണാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. നമ്മൾ റെഡിമെയ്ഡ് പൊറോട്ടേനെ കൊണ്ടാണ് പൊറോട്ട റോൾ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഇവള് ചെയ്തോളാന്നാ പറഞ്ഞത്. അപ്പോൾ ഇവർക്കിതൊക്കെ ശീലമാണ്. കാരണം നമ്മളിവിടെ റെഡിമെയ്ഡ് വാങ്ങിക്കാറുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എന്തെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ വേഗം പണിയൊരുക്കാൻ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതല്ലേ നല്ലത്. അപ്പോൾ ഒരു 2 മിനിറ്റ്സത്തേക്ക് നമ്മൾ അവനിൽ വെക്കും. അപ്പോൾ നമ്മളെ പൊറോട്ട 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വേഗം ചുട്ടെടുക്കണം. നമ്മൾ ആക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ അടുത്ത ആള് മുട്ടേൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ്. ഇവിടെ മോൻ ഇങ്ങനെ വെറുതെ ശീലക്കെട്ട് കളിക്കുന്നുണ്ട്. ഞാൻ അവനെ ഒരു കയ്യിൽ എടുത്തിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് ഷെയ്ക്കി ആവും അതുകൊണ്ട്. അപ്പോൾ ഓംലെറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളിയൊന്നും ഇടൂല. ജസ്റ്റ് മുട്ട പൊട്ടിച്ചിട്ട് മുട്ട പൊട്ടിച്ചെടുത്ത ശേഷം അതിൽ മുളക്, മഞ്ഞൾ, ഉപ്പിട്ട് മസാലയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഒരാൾ പൊറോട്ട ചുട്ടു തുടങ്ങി, മറ്റേ ആൾ അവിടെ നിന്ന് മുട്ടേൻ്റെ പണി നോക്കുന്നുണ്ട്. ചെറിയ ആളിവിടെ സൈക്കിളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലോ. അപ്പോൾ ഒന്നിങ്ങോട്ടൊക്കെ നോക്കാം. ഗൗരവം വേണ്ട കുക്ക് ചെയ്യുമ്പോൾ. ഇവർക്ക് വേണ്ടുന്നതെല്ലാം ഇവരുണ്ടാക്കി കഴിക്കും വൈകുന്നേരം ആകുമ്പോൾ. ചിലപ്പോൾ മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടേ ഉള്ളൂ. നൂഡിൽസ്, ബ്രെഡ് സാൻഡ്വിച്ച് ഇതൊക്കെ ഇവരുണ്ടാക്കും. അവർക്ക് എന്താ ഇഷ്ടമുള്ളത് ഞാനങ്ങ് ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കും. അവർ വേണ്ടുന്നത് അവരുണ്ടാക്കി കഴിക്കും. അപ്പോഴത്തേക്ക് എൻ്റെ മോൻ എനിക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട്. മോന് തിന്നാൻ കൊടുത്ത ചോക്കോ ചിപ്സ് എല്ലാം മറച്ചു വെച്ച് അതെല്ലാം പണിയായി. ഇതിന് ഇങ്ങനെ മുട്ടയോട് അടി ചെയ്യുന്ന മുട്ടയിൽ ആദ്യം ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കണം. നമ്മൾ മുളക് പൊടിക്ക് പകരം ക്രഷ്ഡ് ചില്ലിയാന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട റെഡിയായി. ഇനി അതിനെ നമ്മൾ ഓംലെറ്റ് ആക്കി എടുക്കുക ചെയ്യാം. അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. കാരണം വെച്ചാൽ മോന് കൊടുക്കുന്നുണ്ടെങ്കിൽ എരിവായിരിക്കും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് നമ്മളത് ചെയ്യാത്ത. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വേറെ എരിവുള്ളൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കും. അപ്പോൾ അങ്ങനെ 5 പൊറോട്ട അവൾ ചുട്ട് കഴിഞ്ഞ്. അതിൻ്റെ ഒരു 2 കൂടി എക്സ്ട്രാ നമ്മൾ ചെയ്തു വെക്കും. ഇനി അഥവാ പപ്പക്കാറ്റ് 2 വേണമെങ്കിലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ എഴുതും. മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കണം. അതൊന്നാവട്ടെ ഇനി. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഇനി അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചീസ്, ചൂടോടെ തന്നെ ചീസ് ഇട്ട് കൊടുക്കണം. നോർമൽ ചീസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൊസറല്ല ചീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ല ഷെഡാർ ചീസ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊറോട്ടൻ്റെ മുകളിലോ മുട്ടേൻ്റെ മുകളിലോ നിങ്ങൾ ഏത് പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നല്ല എരിവുള്ള ഒരു ലേസ് പൊടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു പാക്ക് ലേസ്, ചെറിയൊരു പാക്ക് ലേസ്, നല്ല സ്പൈസി ആയിട്ടുള്ള ലേസ് നമ്മൾ ഇതിൻ്റെ മുകളിലിടുക. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്
റോൾ ചെയ്യുക. ഇനി ഒന്ന് നമ്മൾ ഇതിനെടുത്തിട്ട് ഒന്ന് കല്ലിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ആ ചീസൊക്കെ ഒന്ന് ഉരുക്കിക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തെടുക്കും. ഇനി അടുത്തതും അതേപോലെ തന്നെ റോള് ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം വെച്ചാൽ അവൾക്ക് റോള് ഇവള് പറയുന്നത് മമ്മ ചെയ്തോ, അഥവാ ഫില്ലിംഗ് ഒക്കെ പുറത്തായി പോയിനെങ്കിലോ നമ്മൾ വീഡിയോ ഇടുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ചീസ് നിങ്ങൾക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്ത് നമ്മൾ നോർമൽ ചീസാണ് എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസോ അല്ലെ ഷെഡാർ ചീസോ ഇട്ട് കൊടുക്കാം. അത് രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഉള്ളത് എന്താണോ അത് ഇട്ടിട്ട് ചെയ്യുക ചീസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ രണ്ടാമത്തെ പൊറോട്ടയും നമുക്ക് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊസറല്ല ചീസാകുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വേഗം വാരി അതിൽ ഇടുകയോ വേണ്ടു. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുക. എഗ്ഗിൻ്റെ മുകളിൽ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവളെ എല്ലാം ഇടുന്നേ ഉള്ളൂ. പൊറാട്ടൻ്റെ മുകളിലും എല്ലാം വെച്ച് കൊടുക്കാം നമുക്ക്. അതാകുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. അടുത്തതിന് ലേസ് പൊട്ടിച്ചിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം എല്ലാവരുടെയും ഒന്ന് വെതറി കൊടുക്കും. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ റോൾ ചെയ്യുക. എല്ലാം ഒന്ന് പുറത്ത് പോകാത്ത വിധത്തിൽ റോൾ ചെയ്തിട്ട് ഒന്ന് കല്ലിൻ്റെ മുകളിൽ ചൂടാക്കണം. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ റോള് റെഡിയായി. ഇതുപോലെ നമ്മൾ മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. മോള് പിന്നെ ഓളെ കൈയൊന്നും ചൂടാവാണ്ടിരിക്കാൻ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്പീഡ് ചെയ്യുക. നമുക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. മോള് ചെയ്യുമ്പോൾ പിന്നെ അവർ ചെയ്യുമ്പോൾ അവരെ ഏൽ തന്നെ ചെയ്തോട്ടെ എന്നായിരിക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ ഏലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കറിയുന്ന പോലെ നമ്മൾ ചെയ്യുക, അവർക്ക് ഏലുള്ളതുപോലെ അവർ ചെയ്യട്ടെ. അല്ലാണ്ട് നമ്മളിടക്ക് കയറിയിട്ട് അതിങ്ങനെയല്ല ഞാൻ ചെയ്യുന്ന പോലെ നീ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരിതാവും. അപ്പോൾ അവർ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അവർക്ക് ഏലുള്ളതുപോലെ അവർ ചെയ്യട്ടെ. ഇനി അതിലേക്ക് ഞാൻ ഈ പാനും തന്നെ ചെയ്യുക, വേറെ പാത്രത്തിലേക്കൊന്നും എടുക്കില്ല. കാരണം നമുക്ക് പിന്നെ ശീലാണല്ലോ. നമുക്ക് ഈ ചൂടൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നമല്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. മക്കൾക്ക് അതുപോലെ അല്ലല്ലോ, അവർ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ ചെയ്യണ്ടെന്നൊന്നും പറയില്ല കേട്ടോ. കാരണം എന്തായാലും പണികളൊക്കെ പഠിച്ചിരിക്കണം. എത്ര പഠിപ്പുണ്ടായാലും നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ആവശ്യമുള്ളവർ എടുക്കാൻ, ഇല്ലാത്തപ്പോൾ വേണ്ട. അപ്പോൾ നമ്മൾ റോളിൻ്റെ കാര്യമെല്ലാം ഫിനിഷായി. അപ്പം അങ്ങനെ നമ്മൾ 7 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. റോൾ ചെയ്യുമ്പോൾ നല്ല ചൂടായി. ചീസ് ഉണങ്ങുന്നതിനേക്കാളും മുമ്പേ തന്നെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കും. കല്ലുമ്പോൾ തന്നെ ചെയ്തതുകൊണ്ട് നല്ല ചൂടാണ്. ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കുന്നതാണ്. പപ്പ എത്തിയിട്ടില്ല. അപ്പത്തേക്ക് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. സമയമായി. കുറച്ച് ലേറ്റ് ആയിട്ടാണ്. രണ്ടാക്കും ബൂസ്റ്റ്, ബാക്കിയുള്ള ഹോർലിക്സ് അങ്ങനെയെല്ലാം കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലെടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവരാം. മുത്തേ, പപ്പേനോട് ഹായ് പറയാൻ പറ. പപ്പ ഹായ് പറ. ഹായ് പറയാൻ പറ. ഹായ് ഫ്രണ്ട്സ് എന്ന് പറ മുത്തേ. അപ്പൊ എല്ലാവരും ഇനി ചായ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് പണിയുണ്ട്. നന്നു, സിങ്ക് നിറയെ പാത്രമുണ്ട്. എല്ലാം ഞാൻ ഓക്ക് കഴുകാൻ കൊടുത്തു. എനിക്ക് ഇനിയും പണിയുള്ളത് കാരണം ഞാൻ പറഞ്ഞു നീ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മളെ പൊറാട്ട റോളെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ പണി ഇന്നും ബാക്കിയുണ്ട് കേട്ടോ. എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ചായ പൊടി കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി നമുക്കിനി വേറെ ഫുഡൊന്നുമില്ല. പൊറാട്ട നല്ല ഹെവിയാണ്. എഗ് ഉണ്ട്, അതിൽ ചീസ് എല്ലാം നിറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രി ഇനി എന്തെങ്കിലും കിടക്കാൻ നേരത്ത് ഹോർലിക്സ് കലക്കി കഴിക്കുക എന്തെങ്കിലും ചെയ്യും. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഡിന്നറൊക്കെ നമ്മൾ കഴിഞ്ഞ പോലെ തന്നെയാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മത്തി പുളിമുളകിട്ടത്, അല്ലെങ്കിൽ മത്തി വറ്റിച്ചിട്ട് മുളകിട്ട്. മത്തി എനിക്ക് മുറിച്ചിട്ടൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മത്തി മുളകിട്ടതും പിന്നെ അതുപോലെ ഉപ്പിലിട്ട മാങ്ങ പച്ചടി. അതായത് മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ എൻ്റെ ബിവി ടിപ്സിൽ ഇട്ടിട്ടുണ്ട്. അത്
ഇതുപോലെ ഒരു നാടൻ ചമ്മന്തി എന്ന് പറഞ്ഞോളൂ. നമ്മൾ മുളക് ചരച്ചത് പോലത്തെ നമ്മൾ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അത് നമ്മളൊന്ന് ജസ്റ്റ് മിക്സിയിൽ നിന്ന് കറക്കി എടുക്കുന്നതാണ്. അതിന്റെ റെസിപ്പി ഞാൻ ടിപ്സിൽ ഇന്നലെ ഇട്ടിട്ടുണ്ട്, BVS ടിപ്സിൽ. അപ്പോൾ വേണ്ടവർക്ക് അത് നോക്കാം. ഇന്ന് ഞാൻ ചെയ്യുന്നതിൽ മത്തി വറ്റിച്ചതും അതുപോലെ ഉപ്പിലിട്ട മാങ്ങ പച്ചടിയുടെ റെസിപ്പി ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യുന്നത്. അപ്പൊ വേഗത്തിൽ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തത്. ഉപ്പിലിട്ട മാങ്ങ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിൽ നമ്മൾ മാങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് പച്ചമുളക് ഇടുമല്ലോ. അപ്പൊ വേറെ പച്ചമുളകൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട. അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങേനെ കൊണ്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇത് അരച്ചെടുക്കണം. തേങ്ങേന്റെ കൂടെ നമ്മൾ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം മാങ്ങയും തേങ്ങയും അരച്ചെടുക്കുക. പച്ചമുളകും വേണം. ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും അരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ കടുവും കൂടെ ഇതിന്റെ കൂട്ടത്തിലിട്ട് അരച്ചു കൊടുക്കും. ഉപ്പിലിട്ട മാങ്ങയും പച്ചമുളകല്ല, ഉപ്പിലിട്ട മുളക് തന്നെ, പിന്നെ തേങ്ങയും കൂടെ അരച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കും. എന്നിട്ട് അടിച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യാൻ മാത്രം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ പച്ചടി ഉണ്ടാകുക. ഇനി ഇതിനെ നമ്മളൊന്ന് വറുത്തിട്ടിടും. ഇനി കുറച്ച് എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളെ വേണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ വേണ്ടു മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മളിപ്പോൾ മുളകിട്ട കറിയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു പച്ചടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിന്ന് മത്തി മുളകിട്ടെടുക്കുക ചെയ്യുന്നത്. അതൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ടൊന്ന് കുറച്ച് നേരത്തേക്ക് വെക്കണം. നമ്മൾ സാധാരണ മീനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മുളക്, പൊടി, ഉപ്പ് ഇട്ട് ഇതൊന്ന് നന്നായിട്ട് പെരക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കറിയിൽ നമുക്ക് ഒരുപാട് കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചെറിയുള്ളി ഒരു 5-8 എണ്ണം എടുക്കുന്നുണ്ട്. 5 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കറിവേപ്പില, 2 ടൊമാറ്റോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊടംപുളി. ഇത് ഞാൻ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലേ ഒഴിവാക്കാം. അത് നിങ്ങൾ എടുക്കുന്ന മുളകിന്റെ എരിവിനനുസരിച്ചിട്ട്. ചുവന്ന മുളകിന് നല്ല എരിവുണ്ട്, പിന്നെ പച്ചമുളകിന്റെ ആവശ്യമില്ല. ഈ റെസിപ്പി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കറിക്ക്. ഒരു വെറൈറ്റി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ചെറിയുള്ളിന്റെ ഒക്കെ നമ്മൾ സാധാരണ അരിഞ്ഞു ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ കറിക്ക്. ചില മക്കള് ഈ കറിവേപ്പിലയും പിന്നെ ഈ ടൊമാറ്റോ അതുപോലെ തന്നെ ഉള്ളിന്റെ എല്ലാം കഷ്ണങ്ങളൊക്കെ പ്ലേറ്റിന്റെ സൈഡിൽ ഇങ്ങനെ എടുത്തു വെക്കും. അപ്പൊ ഇതിനാവുമ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അരച്ച് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുക ചെയ്യാം. ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി, 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആ 2 തക്കാളിയും കൂടി ഇതിന്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ 2 തക്കാളി ഉണ്ട്, ഇത് മുറിച്ചെടുത്തതാണ്. അപ്പൊ ഇതും കൂടി ഇതിന്റെ കൂട്ടത്തിലിട്ടിട്ട് അരച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത്. ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇത് നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിൽ ഉലുവ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം. മത്തിയൊക്കെ നമ്മൾ മുളകിട്ട് വറ്റിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യലില്ല, എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടാവില്ല. നമുക്ക് നല്ല മീനിന്റെ സ്മെല്ല് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ കടുക് ഒന്നും പൊട്ടിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച മസാല ഇട്ട് കൊടുക്കുക. തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം, കാരണം ഇത് ഇടുമ്പോൾ ഭയങ്കര പുകച്ചിലായിരിക്കും, എരിവുള്ളതല്ലേ. അപ്പൊ നമ്മൾ ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ
ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണങ്ങളെല്ലാം മാറണം. മുളകിൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ മണമെല്ലാം മാറി ഒന്ന് എണ്ണ തെളിഞ്ഞു വരും ഈ കൂട്ടിൽ. അപ്പോൾ നമുക്ക് കുടംപുളി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ട നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് നേരം ഈ പുളിവെള്ളവും ഈ മസാലയിൽ കിടന്ന് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മത്തി വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുടംപുളി ഒന്ന് ഇതിൽ കിടന്നൊന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1-1.5 കപ്പോ നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം, എത്ര തിക്നെസ് ആണോ ആവശ്യം, അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് നല്ലോണം തിക്കായിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഉള്ളിയൊക്കെ അരച്ച് ചേർത്തത് കാരണം നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുള്ള മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മത്തി ഇട്ട് കൊടുക്കണം. ഇട്ടിക്കുന്ന മത്തി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാത്തിനെയും ഒരു സ്ഥാനത്തേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇതിനെങ്ങനെ ഇളക്കി മറിക്കാൻ പാടില്ല. സ്പൂണോട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാനേ പാടുള്ളൂ. ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം വേറിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നിങ്ങൾ കറിയിൽ കഷ്ണം ചേർക്കുന്നതിനേക്കാളും മുമ്പേ തന്നെ നോക്കണം. പിന്നെ നമ്മളൊരു കണക്കിനുള്ള ഉപ്പായിരിക്കുമല്ലോ ഫിഷ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പം എല്ലാം കൂടെ ഒരു കണക്കായ ഉപ്പായിരിക്കും. ഇനി ലാസ്റ്റ് കറി ആയതിനു ശേഷം ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കും. ഇനി ഞാൻ സ്പൂൺ കൊണ്ട് ഇതിന് ഇളക്കൊന്നും ചെയ്യില്ല. ഇത് നന്നായിട്ട് ഇനി വറ്റി വന്നോളും. നമ്മളെ കറി ഇപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം അത് വറ്റി വരും. അപ്പം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഓഫ് ചെയ്യാം. ഇനി ഈ ചട്ടി കിടന്നിട്ടൊന്നും ഒന്നുകൂടെ വറ്റും കറി. ചട്ടിയിലെ ചൂട് മാറുന്നത് വരെ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പം ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇതൊക്കെയാണ്. മത്തി മുളകിട്ടത്, ഉപ്പിലിട്ട മാങ്ങ പച്ചടി ബിവി സ്റ്റിപ്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാടൻ ചമ്മന്തിയാണ്. ഇത് നിങ്ങൾ ബിവി സ്റ്റിപ്സ് നോക്കണം. പിന്നെ ഉള്ളത് ചോറും നാരങ്ങ ഉപ്പിലിട്ടതും പിന്നെ നമ്മൾ ഉണക്ക് വറുത്തതാണിത്. അതായത് ഉണക്ക് മത്തി വെളിച്ചെണ്ണയിൽ മുളകൊക്കെ ഇട്ട് വറുത്തിട്ടുള്ള ഉണക്കി ഞാൻ കുപ്പിയിലിട്ട് വെക്കുന്നതാണ്. അപ്പൊ നമ്മുടെ റെസിപ്പീസ് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. Bye. Thank you. Bye.